السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം അല്ലാഹു തആല ഒരു സ്വാലിഹായ അമലാക്കി തീർക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. പലമാതിരിയുള്ള പ്രശ്നങ്ങൾ അൽഹംദുലില്ലാ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പൂരിച്ചുകൊണ്ട് പരിപൂർണമായ ശിഫാ നൽകി അവരുടെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റുണ്ട്. ആ ദിക്റിന്റെ പ്രതിഫലമെന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ദിക്റുകളാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദിക്ർ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും കഴിയുന്നതല്ല. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിട്ടുള്ള ചില ആൾക്കാർക്ക് മാത്രം നൽകുന്ന ഒരു പ്രത്യേകതയാണ് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ കൂടെ ഇരിക്കുന്ന പല ആൾക്കാരും ഇരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും, അവരുടെ ഹൃദയം ഇങ്ങനെ ദിക്ർ കൊണ്ട് ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കും. ഏത് സമയത്തും ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വസ്തു എന്തോന്നാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. ചില ആൾക്കാർ കൃത്യമായിട്ട് സുന്നത്തുകൾ നിർവഹിക്കുക, ഒരു സുന്നത്ത് പോലും കളയാതെ കണ്ട് സുന്നത്തുകൾ നിർവഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ ആൾക്കാരാണ്. കാരണമെന്ന് പറയുന്നത് അവർക്ക് നിസ്കരിക്കാൻ കഴിയുന്നതും ദിക്ർ ചൊല്ലാൻ കഴിയുന്നതും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഓരോ സമയങ്ങളും ഇങ്ങനെ ചെലവഴിക്കാൻ കഴിയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ തൗഫീഖാണ്, വലിയൊരു ഭാഗ്യമാണ്. എത്ര സമയങ്ങൾ നമ്മൾ മുന്നിൽ കിട്ടിയാലും ദിക്ർ ചൊല്ലാൻ പോലും നമ്മൾക്ക് കഴിയാതെ കണ്ട് വെറുതെ നമ്മൾ എത്ര സമയം വേണമെങ്കിലും നമ്മൾ ഇരിക്കുമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ദിക്ർ ചൊല്ലുക എന്നുള്ളത്. അർബഅത്തും മിൻ കൻസിദ് ദുനിയാ, അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ദുനിയാവിലെ ഏറ്റവും വലിയ നിധികളില്, ദുനിയാവിന്റെ നിധികളിൽ ഏറ്റവും വലിയ നിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലാൻ നിനക്ക് കഴിയുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ നിധി എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഏറ്റവും വലിയ നിധിയാണ് ദിക്ർ ചൊല്ലാൻ കഴിയുക. അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയമുണ്ടാവുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് ചൊല്ലുന്ന നാവുണ്ടാവുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുണ്ടാവുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹുവേ, നമ്മൾ ഇന്നേ വരെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ടോ? അള്ളാഹുവിനെ ഓർത്ത് കരയാന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നു. തെറ്റുകുറ്റങ്ങള്, ഹറാമിയത്ത് ചെയ്തവരാണ്, വ്യഭിചാരം ചെയ്തവരാണ്, കള്ളുകുടിച്ചവരാണ്, പലിശ തിന്നവരാണ്. ഇങ്ങനെ അല്ലാഹുവേ നൂറൂട്ടം തെറ്റുകളുടെ കൂമ്പാരവുമായി ജീവിക്കുന്ന നമ്മൾ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കരയാതിരിക്കുന്നത്? അള്ളാഹുവിന്റെ മുന്നിലേക്ക് നമ്മൾ ദുആ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനെ ഓർക്കാതെ നമുക്ക് ജീവിക്കാൻ
സ്വീകരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഏത് സമയത്തും നിങ്ങൾക്ക് ദിക്ർ ചൊല്ലാം. നിങ്ങളുടെ നാവ് ഉതിരുന്നുണ്ടോ എന്നാ നിങ്ങൾക്ക് അല്ലാഹു തആല ഭാഗ്യം നൽകിയിട്ടുണ്ട് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പറഞ്ഞു തരുന്ന ദിക്റിന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതാണ്. നമ്മുടെ നാവിൽ കൂടി നമ്മൾ ചൊല്ലുമ്പോ നമ്മുടെ ഹൃദയം ഇങ്ങനെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ തുടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ ഇന്ന് ചൊല്ലിത്തരുന്ന ദിക്റെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നതാണ്. ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിക്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, മഹദിയാകുന്ന സയ്യിദത്തിന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ദിക്റാണ്. ഏത് സന്ദർഭത്തിലാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് യാത്ര തിരിച്ച് നാട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുത്തതായ വിശ്രമത്തിന് വേണ്ടിയിട്ട്, അല്ലാഹുവേ, യാത്രയുടെ മധ്യത്തിൽ വെച്ചുകൊണ്ട് വിശ്രമത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് തിരിഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ. എല്ലാവരും ഖളാഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് കടന്നു പോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും കടന്നു പോവുകയാണ്. എന്നാൽ അവിടെ വെച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാല നഷ്ടപ്പെട്ടുകൊണ്ട് അവിടെ തിരയുന്ന സമയത്ത് സഹാബത്തും അല്ലാഹുവിന്റെ പ്രവാചകരും അവിടുന്ന് നാട്ടിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് നാട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നോക്കിയിട്ട് കണ്ടില്ല. എല്ലാവരും വിചാരിച്ചിരുന്നത് ഒട്ടകക്കട്ടിൽ ആയിഷ ബീവി ഉണ്ട് എന്നാണ്. അത്രയും സ്കെൽറ്റായിരുന്നു, ഭാരം കുറവായ വഹദിയായിരുന്നു. അവിടുന്ന് ഒട്ടകക്കട്ടിലിരുന്നാ തന്നെയും അറിയില്ല ഉണ്ടോ ഇല്ലയോ എന്ന്. അത്രത്തോളം ഭാരം കുറഞ്ഞതായ വഹദിയായിരുന്നു സയ്യിദത്തിന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മാല തിരിഞ്ഞുകൊണ്ട് മാലയും എടുത്തുകൊണ്ട് തിരിച്ചു കടന്നു വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഒറ്റ മനുഷ്യനവിടെ കാണാൻ കഴിയുന്നില്ല. യാത്രാ സംഘമെല്ലാം കടന്നു പോയിരിക്കുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് യാത്രാ സംഘം പോയതിനു ശേഷം ഒരു സഹാബി ഇങ്ങനെ കടന്നു വരാറുണ്ട്. യാത്രാ സങ്കടത്തിൽ നിന്നോ യാത്രാ സംഘത്തിൽ നിന്നും വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സഹാബി അവസാനമായി കടന്നു വരുന്നുണ്ട്. ആ സഹാബി ഇങ്ങനെ കടന്നു വരുമ്പോ മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോ സയ്യിദത്തിന ആയിഷ, ഒരു സ്ത്രീ എവിടെ ഇരിക്കുന്നുണ്ട്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ കടന്നു ചെല്ലുമ്പോ ഇന്നാ ലില്ലാഹ്, ഇതാരായിരിക്കുന്നതല്ലാ, ആയിഷ ബീവിയാണല്ലോ റബ്ബേ. മഹാനായ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒട്ടകത്തിൽ നിന്നിറങ്ങി വന്നുകൊണ്ട്, അവിടുന്ന് കുതിരയുടെ പുറത്ത് നിന്നിറങ്ങി വന്നിട്ട് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് മഹദിയോട് പറയുന്ന, അവിടുന്ന് മുകളിലേക്ക് കയറുക. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുകളിലേക്ക് കയറിയിട്ടതാ മക്കത്തേക്ക് കൊണ്ടുവരികയാണ്. അവിടുന്ന് മക്കത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആരാ കൊണ്ടുവരുന്നത്? സഫ്വാനാ കൊണ്ടുവരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുവരികയാണ്. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല. അവിടുന്ന് ഒരു വിശേഷണങ്ങളും തിരക്കുന്നില്ല. അല്ലാഹുവേ, മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പനി പിടിക്കുകയാണ്. പനി പിടിച്ചുകൊണ്ട് വല്ലാതെ അസുഖം ബാധിച്ചുകൊണ്ട് കിടക്കുക.
കിടക്കുന്ന സമയത്ത് സാധാരണയ്ക്ക് വിപരീതമായിട്ട് റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് തിരിച്ചങ്ങ് പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവേ, എല്ലാവരും എന്നോട് പരുഷമായിട്ട് പ്രവർത്തിക്കുന്നതെന്താ? എല്ലാവരും എന്നോട് പരുഷമായി നോക്കുന്നതെന്താ? അല്ലാഹുവിന്റെ റസൂൽ പോലും എന്റെ അടുക്ക് വന്നുകൊണ്ട് സംസാരിച്ചില്ലല്ലോ. ഇത്രയും പനി പിടിച്ചു കിടക്കുന്ന എന്റെ മനുഷ്യന്റെ മുന്നിലേക്ക് വന്നിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ കടന്നുപോയല്ലോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആലോചിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു ചെന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ, എന്താണ് നബിയേ എന്നോട് സംസാരിക്കാത്തത്? എന്താണ് നബിയേ എന്റെ വിശേഷണങ്ങൾ ചോദിക്കാത്തത്? എന്താണ് നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്നും മിണ്ടിയില്ല. കാരണം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവേ, ആ നാട് മുഴുവനും പറഞ്ഞു വരത്തിയിരിക്കുകയാണ്. ജനങ്ങളെ മുഴുവനും അല്ലാഹുവേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് പരത്തിയിരിക്കുകയാണ്. സഫ്വാനുമായിട്ട് വല്ലാത്ത പ്രശ്നത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, ലൈംഗിക ചുവയുള്ളതായ സംസാരങ്ങൾ മുഴുവനും ജനങ്ങൾ പറഞ്ഞു പരത്തിയിട്ട് അല്ലാഹുവേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മിണ്ടുന്നില്ല. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളരെ സങ്കടത്തോടെ ദേഷ്യത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് നല്ല സുഖമില്ല നബിയേ, എന്റെ ശരീരത്തിന് മുഴുവനും സുഖമില്ല നബിയേ. അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എന്റെ മാതാപിതാക്കടുക്കലേക്ക് ഞാൻ പോവുകയാണ്. അവിടുന്ന് അനുവാദം തരണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, നീ വീട്ടിലേക്ക് പൊക്കോളൂ, നീ വീട്ടിലേക്ക് പൊക്കോളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സങ്കടമായി. അവിടുന്ന് ദാ വീട്ടിലേക്ക് പോവുകയാണ്. ഉമ്മയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അല്ലാഹുവേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് വന്നിട്ട് മകളുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു പൊന്നുമോളെ? അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, യാ ബീ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ട്. എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ വാപ്പാ, എന്നോടൊന്നും സംസാരിക്കുന്നില്ലല്ലോ വാപ്പാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തലകുനിച്ചിങ്ങ് നടന്നു പോവുകയാണ്. അല്ലാഹുവേ, വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തന്റെ മാതാവിനോട് ചോദിക്കുകയാണ്, ഉമ്മാ, എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറാൻ ഞാൻ എന്താണ് ചെയ്തു പോയത്? ഞാൻ എന്ത് തെറ്റാണുമ്മ ഞാൻ ചെയ്തു പോയത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് പറയുമ്പോ ഉമ്മദാ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നീയും സഫ്വാനും കടന്നു വരുന്ന സമയത്ത് നമ്മുടെ നാട് മുഴുവനും മോശമായ രീതിയിൽ പറഞ്ഞു പ്രചരിപ്പിച്ചിരിക്കുന്നു. ആയിഷ അതിന്റെ സത്യാവസ്ഥ അറിയാതെ കണ്ട ഒരാൾ പോലും മിണ്ടില്ല എന്ന് പറയുമ്പോ അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുകയാണ്. ഇതിനാണോ എന്റെ ഹബീബ് എന്നോട് മിണ്ടാതിരുന്നത്? ഇതിനാണോ എന്റെ പ്രവാചകൻ എന്നോട് മിണ്ടാതിരുന്നത്? ഇതിനാണോ എന്റെ പ്രവാചകൻ എന്റെ അടുക്കിലേക്ക് കടന്നു വരാതിരുന്നത്? അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്, വല്ലാതെ കരയുകയാണ്, രാവും പകലും കരയുകയാണ്. ഒരേ ഒരു ദിക്റാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പറഞ്ഞത്. അല്ലാഹുവിനോട് 2 കരങ്ങളും ഉയർത്തിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവേ,
എന്റെ സത്യാവസ്ഥ നീ തിരിച്ചു കൊടുക്കണേ അല്ലാ, സത്യാവസ്ഥ നീ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു ദിക്റാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാ, ഈ നിനക്ക് ഇതേപോലുള്ള ഒരുപാട് ഘട്ടങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമല്ലോ. എല്ലാവരും നമ്മളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, എല്ലാവരും നമ്മളെ പരിഹസിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഉമ്മാ. ആ സമയത്ത് ഈ ദിക്ർ നീ മുറുകെ പിടിച്ചോ, ആ സമയത്ത് ഈ ദിക്ർ നീ മുറുകെ പിടിച്ചോ ഉമ്മാ. എന്റെ പെങ്ങളെ, എത്ര പേരാണ് സങ്കടപ്പെട്ടുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. ഭർത്താവിന് സ്നേഹമില്ല ഉസ്താദ്, ഭർത്താവിന് സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് എത്ര സ്ത്രീകളാണ്, എത്ര ഉമ്മമാരാണ്, എത്ര സഹോദരിമാരാണ് ദുആ ചെയ്യണേ എന്റെ ഭർത്താവിന്റെ മനസ്സൊന്ന് മാറിക്കിട്ടാൻ, എന്റെ ഭർത്താവിന് എന്നോട് വല്ലാത്ത സ്നേഹമുണ്ടാകാൻ, എന്റെ ഭർത്താവിന്റെ കുടുംബത്തിനോട് വല്ലാത്ത സ്നേഹമുണ്ടാകാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര സ്ത്രീകളാണ് വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരോടെനിക്ക് പറയാനുള്ളത്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചൊല്ലിയ ദിക്റുണ്ടല്ലോ, അത് മുറുകെ പിടിച്ചോ ഉമ്മാ. ഏതാ ദിക്റെന്നറിയോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹു എനിക്ക് മതിയടാ, അല്ലാഹു എനിക്ക് മതി. ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, എന്റെ ഭർത്താവായിക്കൊള്ളട്ടെ, എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരായിക്കൊള്ളട്ടെ, എന്റെ മാതാപിതാക്കളായിക്കൊള്ളട്ടെ, എന്റെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, എന്റെ അയൽവാസികളായിക്കൊള്ളട്ടെ, ആരും എന്നെ തള്ളിപ്പറഞ്ഞാലും ശരി, അല്ലാഹു എനിക്ക് മതി, അല്ലാഹു എനിക്ക് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയ സമയത്ത് അതാ ഇറങ്ങി വരികയാണ്. വനസലൽ അമീൻ മലക്ക് ജിബ്രീൽ. അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബി, എന്തുകൊണ്ടാണ് ആയിഷ ബീവിയോട് തങ്ങൾ മിണ്ടാത്തത്? എന്താണ് ആയിഷ ബീവിയോട് തങ്ങൾ മിണ്ടാത്തത്? അല്ലാഹുവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ പരിശുദ്ധി സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്നതാണല്ലോ. പിന്നെന്തുകൊണ്ടാണ് നബിയേ ആയിഷ ബീവിയോട് തങ്ങൾ മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാണ്. ആയിഷ ബീവിയോട് സലാം പറയുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിലേക്ക് തന്റെ വാപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട്, മോളെ, നബി തങ്ങൾ വന്നു മോളെ, അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടുണ്ട്, പൊന്നുമോളെ, നിന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്, അതുകൊണ്ട് നീ ഭയപ്പെടാതെ പോകൂ എന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ വെച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്നോട് സലാം പറഞ്ഞുകൊണ്ട് മിണ്ടാതെ ഞാൻ പോകില്ല വാപ്പാ. സുബ്ഹാനല്ലാഹ്. ഇവിടുന്ന് പോയി സലാം പറഞ്ഞ് സന്തോഷിപ്പിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സമ്മാനമൊക്കെ കൊടുത്തിട്ട് ഇവിടുന്ന് കൂട്ടിയിട്ട് പോയി എന്ന് ചരിത്രം പറയുമ്പോ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബിയല്ലാഹ്, ഹസ്ബിയല്ലാഹ് എന്നുള്ള ദിക്റിന്റെ മഹത്വം എത്രത്തോളം
വലുതാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചൊല്ലാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അത് ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ സലാമത്താക്കുമാറാകട്ടെ. സിഹ്ർ, ഐന് പോലുള്ളത് ബാധിച്ചുകൊണ്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മഹദ് ഫള് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അംബിയാ മുർസലീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല മുഴുവനും ബാത്തിലാക്കി നമ്മുടെ ശരീരത്തിനും റൂഹിനും നമ്മുടെ ജീവിതത്തിനും അല്ലാഹു തആല റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.